ഈയിടയ്ക്ക് ഞാൻ ഒരു മലയാളം അധ്യാപകനുമായിട്ട് വാക്കുകൊർത്തു. ഫേസ്ബുക്കിലാണ്. എന്റെ അഭിപ്രായം, പുതിയ പദങ്ങൾ മലയാളത്തിൽ ആവിഷ്കരിക്കുന്നില്ല, ഉണ്ടാക്കുന്നില്ല. ഉദാഹരണമായിട്ട് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ്, മൗസ് തുടങ്ങിയ ഇംഗ്ലീഷ് ഭാഷകൾക്ക് അനുയോജ്യമായ മലയാളം പദങ്ങൾ ഇല്ല എന്നായിരുന്നു എന്റെ വാദം. അതുമല്ല, ചൈനക്കാരെ ഞാൻ ഉദാഹരണവുമാക്കി. ചൈനക്കാരെ നോക്കൂ, അവർ ഓരോ പദത്തിനും, ഓരോ ഇംഗ്ലീഷ് പദത്തിനും അനുയോജ്യമായ ചൈനീസ് പദങ്ങൾ ഉപയോഗിക്കുന്നു. എന്തിനും ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടർ ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, ഇന്റർനെറ്റ്, മൗസ്, കീബോർഡ്, എന്തിനും ചൈനക്കാരുടെ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ശ്രമം പോലും മലയാളത്തിൽ നടക്കുന്നില്ല എന്നതായിരുന്നു എന്റെ വാദം. മാത്രമല്ല, ഞാൻ പറഞ്ഞു, മലയാളം ഒരു അഗ്ലൂട്ടിനേറ്റീവ് ഭാഷയാണ്. അഗ്ലൂട്ടിനേറ്റീവ് എന്ന് വെച്ചാൽ പല പല പദങ്ങൾ, വാക്കുകൾ ചേർത്ത് വെച്ച് അർത്ഥങ്ങൾ രൂപീകരിക്കുക. അപ്പോൾ ഈ ഒരു അധ്യാപകന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു. ഒന്ന് കേട്ടുനോക്കാം, ഞാൻ വായിക്കാം അദ്ദേഹം എന്താ പറഞ്ഞത്. ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളിൽ വാക്കുകൾ ഇഷ്ടികകൾ പോലെയാണ്, ഒന്നിനോട് ഒന്ന് അടുക്കി വെക്കുന്നു. എന്നാൽ മലയാളം കട്ടകൾ പോലെയാണ്, അവയെ പരസ്പരം കോർത്തു വയ്ക്കാം. ഇതിനെയാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് വിളിക്കുന്നത്. വലിയൊരു ആശയത്തെ ഒരൊറ്റ വാക്കിൽ ഒതുക്കാം എന്നത് മലയാളത്തിന്റെ കരുത്താണ്. ഉദാഹരണത്തിന്, അടിച്ചത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടിച്ചത് കൊണ്ടായിരിക്കാം. ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് സംവൺ ഹിറ്റ് ഓർ സ്ട്രക്ക്. ഇത്രയും വലിയ ആശയം ഒരു വാക്കിൽ ഒതുക്കാൻ മലയാളത്തിന് കഴിയുന്നത് ഈ അഗ്ലൂട്ടിനേറ്റീവ് സ്വഭാവം കൊണ്ടാണ്. അതൊരു മലയാളത്തിന്റെ മേന്മയായിട്ടാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ പുതിയ പദങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. അതിന് അദ്ദേഹം തന്ന ഉത്തരം വളരെ പ്രസക്തമാണ്. മലയാള ഭാഷയോടുള്ള താങ്കളുടെ ഈ കരുതൽ വളരെ പ്രസക്തമാണ്. ഭാഷ എന്നത് കേവലം വിനിമയോപാധി മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ്. പുതിയ അറിവുകളെയും സാങ്കേതിക വിദ്യയെയും സ്വന്തം ഭാഷയിലേക്ക് ആവാഹിക്കുമ്പോഴാണ് ആ ഭാഷ കരുത്ത് ആർജിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് ഭാഷ ഈ കാര്യത്തിൽ വലിയൊരു മാതൃകയാണ്. അവർ വിദേശ പദങ്ങളെ അതേപടി സ്വീകരിക്കുന്നതിന് പകരം തനതായ അർത്ഥം വരുന്ന പദങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു. മലയാളത്തിലും ഇത്തരം ഒരു ശ്രമം പൂർണ്ണമായും ഇല്ലാതിരുന്നിട്ടില്ല. പക്ഷേ അവ ജനകീയം ആക്കുന്നതിൽ നമുക്ക് പരിമിതികൾ സംഭവിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സംബന്ധമായ പദങ്ങൾക്ക് മലയാളത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചില പദങ്ങൾ താഴെ നൽകുന്നു. കമ്പ്യൂട്ടറിന് സംഗണനി, ലാപ്ടോപ്പിന് ലഘു സംഗണനി, ഇന്റർനെറ്റിന് അന്തർജാലം, ഇമെയിലിന് ഇമെയിൽ എന്നതിന് പകരമായിട്ട് വൈദ്യുത തപാൽ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പാസ്വേഡ് രഹസ്യ വാക്ക് അല്ലെങ്കിൽ അടയാള വാക്ക്. കീബോർഡിന് വിരൽ പലക, അക്ഷരപ്പലക. മൗസിന് ചുണ്ടലി, ഇംഗ്ലീഷിലെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. മോണിറ്റർ അഥവാ സ്ക്രീനിന് ദൃശ്യഫലകം അല്ലെങ്കിൽ തിരശ്ശീല. എന്തുകൊണ്ട് മലയാളത്തിൽ ഇത് വ്യാപകമാക്കി ഉപയോഗിക്കുന്നില്ല എന്ന് നോക്കാം. ചൈനയിലോ ജപ്പാനിലോ ഉള്ളതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണവും മാതൃഭാഷയിൽ നടക്കാത്തതാണ് ഇതിന് പ്രധാന തടസ്സം. മലയാളികൾ പൊതുവെ ഇംഗ്ലീഷ് വാക്കുകളെ തദ്ഭവ രൂപത്തിൽ മലയാളമാക്കി മാറ്റി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന്, മൊബൈൽ എന്നത് ഇന്ന് ഒരു മലയാള പദം പോലെയാണ് ഉപയോഗിക്കുന്നത്. പുതിയ കണ്ടെത്തലുകൾക്ക് അപ്പോൾ തന്നെ ലളിതമായ മലയാള വാക്കുകൾ കണ്ടെത്താൻ ഒരു ഔദ്യോഗിക സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ശരിവെക്കുകയാണ്. അതായത്, മലയാളത്തിൽ പുതിയ പദങ്ങൾ കാലോചിതമായിട്ട് വളർന്നു വരുന്നില്ല, ഉണ്ടാക്കുന്നില്ല. മറ്റ് രാജ്യങ്ങൾ, മറ്റ് ഭാഷകൾ അങ്ങനെയല്ല. ചൈനീസ് ഭാഷയായിക്കോട്ടെ, റഷ്യൻ ഭാഷയായിക്കോട്ടെ, അവിടെ ഇംഗ്ലീഷിന് അതേപടി കോപ്പി അടിക്കുക അല്ല ചെയ്യുന്നത്. അവിടെ തത്തുല്യമായ പദങ്ങൾ ഉണ്ടാക്കി അവ ഉപയോഗിക്കുന്നു. ഒരു അടിമത്വം വേണ്ട എന്നൊരു കീഴ്വഴക്കം അത്തരം ഭാഷകളിൽ ഉള്ളതുപോലെ ഭാവിയിൽ ഇനി പുതിയ വാക്കുകൾ ഉണ്ടാകുമോ എന്ന് തന്നെ നാം കണ്ടറിയണം. കമ്പ്യൂട്ടർ ആവട്ടെ, മൊബൈൽ ആവട്ടെ, ഇതിന് തത്തുല്യമായ മലയാളം പദങ്ങൾ ഇതുവരെ പ്രായോഗികമായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. എൻ്റെ ആഗ്രഹം ഇപ്പോഴും മലയാളം എന്നൊരൊറ്റ ഭാഷ പഠിച്ച് ലോകത്തിലുള്ള എല്ലാ അറിവും നേടാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് മറ്റൊരു ഭാഷ നമ്മൾ ആർജിക്കേണ്ട കാര്യമേ വരുന്നില്ല. ഏതൊരു പുസ്തകവും മലയാളത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റണം. അതാണ് ഒരു ഭാഷയുടെ മേന്മ. തീർച്ചയായും ഇതിൽ ഒരു മാറ്റമുണ്ടാകണം. എല്ലാ ഭാഷാ സ്നേഹികളും ഇതിനോട് കൈകോർക്കണം.